ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രൈം മിനിസ്റ്ററുടെ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ആയിരുന്ന കാലത്ത് അദ്ദേഹം ശ്രീശങ്കര ഐ ക്ലിനിക്കിലേക്ക് കോയമ്പത്തൂർ വന്നിരുന്നു. കാഞ്ചി ശങ്കരാചാര്യർ, കാഞ്ചി കാമകോടി പീഠം ശങ്കരാചാര്യരുടെ ഒരു നല്ല ശിഷ്യനായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ശരിക്കും ഗുരു ശിഷ്യ ബന്ധാണ്. ഒരു ദിവസം ഏതാണ്ട് ഒരു 9 മണി മുതൽക്ക് വൈകുന്നേരം 4 മണി വരെ ഡോക്ടർ അബ്ദുൽ കലാം ശ്രീശങ്കര ഐ ക്ലിനിക്കിലെ ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു. ശ്രീശങ്കര ഐ ക്ലിനിക് കാഞ്ചി കാമകോടി പീഠം ശങ്കരാചാര്യരുടെ അല്ല, അദ്ദേഹത്തിൻ്റെ ഡിവോട്ടീസിൻ്റെയാണ്. വലിയ ഐ ഹോസ്പിറ്റലാണ്. ഭാരതത്തിൽ ഫ്രീ ആയിട്ട് കണ്ണ് ചികിത്സ നടത്തുന്ന, ഫ്രീയാണ്, ഫുൾ ഫ്രീ ആണ്. അങ്ങനെ 16 ഹോസ്പിറ്റലുണ്ട്. ആ നേത്ര രോഗികളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരലും ഓപ്പറേഷൻ മുതലായവ അവരുടെ കൂടെയുള്ള ഒരാൾക്കുള്ള ഭക്ഷണം, താമസം, തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കൽ, വീടുകളിലാണെങ്കിൽ വീടുകളിലേക്ക് കൊണ്ടാക്കൽ ഉൾപ്പെടെയുള്ള സകല ചെലവും ശ്രീശങ്കര ഐ ക്ലിനിക്കാണ്. ഒരു പൈസ പോലും വാങ്ങിക്കാറില്ല. ആ രോഗികൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് 4 ദിവസം 5 ദിവസം സ്റ്റേ ചെയ്യാനുള്ള ഡ്രസ്സും ഉൾപ്പെടെ അവിടെ നിന്നാണ് കൊടുക്കുക. അവർക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒരു പാത്രവും ബാക്കിയുള്ളതുണ്ട്. അതവർക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യാം. നല്ലൊരു അനുഭവമാണ്. ഇപ്പോൾ ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ കൂടെ അത്രയും സമയം ചെലവഴിക്കാൻ എനിക്കും ഭാഗ്യം കിട്ടി. ഞാൻ എഴുതിയ പുസ്തകമൊക്കെ അദ്ദേഹത്തിനെ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചെമ്പിച്ച തലമുടിയുള്ള ഒരു പേഴ്സണൽ സെക്രട്ടറി കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും മാത്രമായിരുന്നു ഒരു മുറിയിൽ. ചെറിയ മുറിയാണ്. വളരെ അടുത്തിരുന്ന് അബ്ദുൽ കലാം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹാവ് യു എവർ റെഡ്, തമിഴും കൂടി ചേർത്തിട്ടാ, നിങ്ങൾക്ക് സാമവേദം എപ്പടി തെരിയുമാ, ഹാവ് യു എവർ റെഡ് ദാറ്റ്, നിങ്ങൾ സാമവേദം വായിച്ചിട്ടുണ്ട്? ഞാൻ ഒരു സാമവേദത്തിലെ കണ്ടന്റ് കുറേ എനിക്കറിയാം. ഋഗ്വേദത്തിലെ 5115 മന്ത്രങ്ങൾ എടുത്തിട്ട് ഗാനരൂപത്തിൽ ആലപിക്കുന്നതാണ് സാമവേദം. സാമവേദം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്ത കണ്ടന്റ് ഉള്ള ഒരു വേദമല്ല. ഋഗ്വേദത്തിലെയും യജുർവേദത്തിലെയും മന്ത്രങ്ങളെ സാമഗാന രൂപത്തിൽ ആലപിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിവരിക്കുന്നതാണ് സാമവേദം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ വാസ് വിസിറ്റിംഗ് ജർമ്മനി. ഞാൻ ജർമ്മനിയിലേക്ക് പോയപ്പോൾ കുറേ പേരെന്നോട് പറയുന്നുണ്ടായിരുന്നു, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വളരെ ഡീറ്റെയിലായിട്ട് സാമവേദത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാമവേദത്തിൽ അങ്ങനെ ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വിവരിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ സാമവേദത്തിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്, ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ, ആരണ്യക ഗ്രന്ഥങ്ങളായിട്ടുള്ള ശരിക്ക് 550 ബ്രാഹ്മണം അല്ലെങ്കിൽ ബൃഹത് ബ്രാഹ്മണം, ഷഡ്വിംശത് ബ്രാഹ്മണം, വലിയ പുസ്തകങ്ങളാണ്. ആ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ വിവരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽ കളക്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ കിട്ടുകയാണെങ്കിൽ അയച്ചു തരാം. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളത് അതേപോലെ തന്നെ സംസ്കൃതത്തിൽ വിവരിച്ചിരിക്കാൻ സാധ്യതയില്ല. ഞാൻ ചോദിച്ചു, അതിൽ പോകുന്നതിന് പകരം നമ്മുടെ സുശ്രുത സംഹിതയിൽ ഇതെല്ലാം ഉണ്ടല്ലോ, അത് മതി, എനിക്ക് അത് അയച്ചു തന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ഞാൻ എഴുതിയ പുസ്തകമൊക്കെ നോക്കിയിട്ട് നമ്മുടെ BC 3000 സിങ്ക്, ടിൻ, ലെഡ് ഇതെല്ലാം രാജസ്ഥാനിലെ ഡാലിബ മൈനുകളിൽ എക്സ്ട്രാക്ട് ചെയ്തതിൻ്റെ റെസിഡ്യൂകളൊക്കെ, മില്യൺസ് ഓഫ് ടൺ റെസിഡ്യൂ അവിടെ ഉള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ വിവരിച്ചു. സിങ്കിൻ്റെ എല്ലാം വിവരിച്ചു. ഇതെല്ലാം വിവരിച്ച പുസ്തകം അദ്ദേഹം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വാട്ട് ടു സേ, അവർ പീപ്പിൾ ന്യൂ ഓൾ ദീസ് തിങ്സ് 3000-4000 years ago. അൺഫോർച്ചുനേറ്റ്ലി വി ഡു നോട്ട് നോ. അദ്ദേഹത്തിൻ്റെ മുഖത്തെ വികാരം, ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മുഖത്തെ വികാരം ഒന്ന് കാണേണ്ടിയിരുന്നു. യു ഷുഡ് സെൻഡ് ഓൾ ദീസ് ബുക്സ് ടു മീ. അതിലെല്ലാം എനിക്ക് അയച്ചു തരണം. ഐ മേ ബി ബിസി, ബട്ട് ഐ വിൽ ഡെപ്യൂട്ട് എ NPL സയൻറ്റിസ്റ്റ്, ഡോക്ടർ സതോഷ്കർ. Satoshkar will be contacting you. You send everything to him. He will be handing over.
Generally, every day evening we used to have an evening walk together. We discuss about your books. എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. വലിയൊരു അനുഭവമായിരുന്നു. നമ്മുടെ നാടിൻ്റെ പൈതൃകം അത് ഏതെങ്കിലും പുസ്തകത്തിൽ ഒറിജിനലായിട്ട് കാണുമ്പോൾ ഒരു മനുഷ്യൻ്റെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ്, വാക്കുകൾ, കണ്ണിലെ തിളക്കം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വേൾഡ് വുഡ് ലൈക്ക് ടു നോ അബൌട്ട് അവർ ഹെറിറ്റേജ്. ഉങ്ങളെ ഏതാവത് പണ്ണുങ്കോ, ഉങ്ങൾക്ക് മുടിയും അപ്പടി എന്ന് പറഞ്ഞ് ഇങ്ങനെ അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം നിലത്തിരുന്ന ആ രീതി, ആ ചെമ്പിച്ച തലമുടിയുള്ള പാർട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് അങ്ങേര് താടിക്ക് കയ്യും കൊടുത്തോണ്ടിരുന്നതാണ്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാമുമായിട്ട്. അന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ക്ലാസ് ശ്രീശങ്കര ക്ലിനിക്കിൽ ഉണ്ടായിരുന്നു. ഇവിടെ 40ഓളം ഡോക്ടർമാരുണ്ട്. അതിൽ 20-22 ഡോക്ടർമാർ റഷ്യയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ വന്ന് ഫ്രീ സർവീസ് നടത്തുന്നവരാണ്. ബാക്കിയുള്ളവർ ഇന്ത്യക്കാരാണ്, അവരും ഫ്രീ സർവീസ് നടത്തുന്നവരാണ്. അപ്പോൾ ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ഒരു ലെക്ചർ ഉണ്ടായിരുന്നു. ലെക്ചർ കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, വീരമണി എന്നാണ് ആ ഹോസ്പിറ്റലിലെ ഡയറക്ടറുടെ പേര്, ഡോക്ടർ വീരമണി, നെക്സ്റ്റ് ടൈം നീങ്ക ഡോക്ടർ ഗോപാലകൃഷ്ണനെ കൂപ്പി ഇങ്ങ ഒരു ലെക്ചർ പണണം എന്ന് പറഞ്ഞു. ഉറക്കെ മൈക്ക് തന്നെയാണ് തമിഴ് പറയുന്നത്. നിങ്ങൾ ഗോപാലകൃഷ്ണനെ വിളിച്ച് ഇവിടെ ഒരു ലെക്ചർ, ഹി നോസ് അബൌട്ട് ഇന്ത്യൻ ഹെറിറ്റേജ്, ദ സയൻറ്റിഫിക് ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ. ആ ഡോക്ടർ വീരമണിക്ക് നമ്മൾ നല്ല രീതിയിൽ സേവാരത്ന അവാർഡ് കൊടുത്തു. കാശൊന്നും കൊടുത്തില്ല, സേവാരത്ന വലിയ മെമൻറ്റോയും സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അവാർഡാണെന്ന് വീരമണി പിന്നീട് പറയുകയുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി. ഈ വീരമണി ഒരു 6 മാസം കഴിയുമ്പോൾ എന്നെ വിളിച്ചു. എനിക്ക് അവിടെ തന്ന ട്രീറ്റ്മെൻറ്റ് ജന്മജന്മാന്തരത്തിൽ മറക്കാത്ത ട്രീറ്റ്മെൻറ്റാണ്. 1 മണിക്കൂർ ഞാൻ സേവനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പരേഷാമുപകാരായ ജീവതി സ ഏവ ജീവതി. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവൻ മാത്രമേ ജീവിക്കുന്നുള്ളൂ. അപ്പോൾ ഈ വീരമണി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എന്നോട് പറഞ്ഞു, കേരളത്തിലെന്നല്ല ലോകത്തിൽ എവിടെയും നേത്ര രോഗികളുണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പർ മാത്രം ഞങ്ങൾക്ക് തരിക, ബാക്കി അവരെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിച്ച് തിരിച്ചയക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ നിങ്ങളോടും പറയുന്നു, നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടിക്ക് സുഖമില്ലാതെ ഉണ്ടായിരുന്നു. കണ്ണിന് സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ അയാളുടെ കണ്ണിങ്ങനെ വെട്ടാൻ തുടങ്ങും. ഇവിടെ തൃശ്ശൂർ എല്ലാ സ്ഥലത്തും നോക്കി കിട്ടിയില്ല. നേരെ നമ്മൾ ശ്രീശങ്കര ഐ ക്ലിനിക്ക് കോയമ്പത്തൂരിലേക്ക് അയച്ചു. അവർ നോക്കിയിട്ട് ഉടനെ പറഞ്ഞു, ഈ കുട്ടിയുടെ റയറസ്റ്റ് അസുഖം പൊടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മണ്ണിൻ്റെ പൊടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ഗ്ലാസ് വെക്കണം, പൊടിയോ അല്പം പോലും അകത്തേക്ക് കയറാത്ത വിധത്തിലുള്ള ഒരു ഗ്ലാസ് വെക്കണം. അവർ തന്നെ അത് കൊടുക്കുകയും ചെയ്തു. പാവപ്പെട്ട വീട്ടിലാണ്, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടിയാണ്, ഫീസൊന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ ആ കുട്ടി അത് വെച്ചു. ഇപ്പോൾ കണ്ണ് പെർഫെക്റ്റാണ്. ഞാനിത് പറയാം, നിങ്ങൾക്ക് നേത്ര രോഗികളുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കോയമ്പത്തൂർ, അവർക്ക് ഹോസ്പിറ്റൽ ആൾ ഓവർ ഇന്ത്യ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഫ്രീ ആണ്. അവിടെ നിങ്ങൾ കോയമ്പത്തൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വണ്ടി ഉണ്ടാവും, അതിൽ പോവാം. ഒരാൾക്ക് കൂടെ പോവാം, ഭക്ഷണവും കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് അർഹതയുള്ളതാണ് അർഹതയില്ലാത്തതാണെന്നുള്ള വാക്കിലേക്കല്ല, അത്രയും അവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന വിഷയവും നമ്മുടെ പുസ്തകമൊക്കെ എഴുതിയതിന് ശേഷം കുറേ കാലം അദ്ദേഹമായിട്ട് ബന്ധമുണ്ട്. രാഷ്ട്രപതി ഭവനിൽ പോയിട്ടും പുസ്തകം കൊടുക്കാൻ സാധിച്ചു. അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ അനുവദിച്ചില്ല, അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു, അപ്പോയിൻമെൻറ്റ് തന്നില്ല, അവിടെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഡോക്ടർ സതോഷ്കറും കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞ ആൾ. ജീവിതത്തിലെ ചില അനുഭവങ്ങളൊക്കെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്. മരിക്കാറായിട്ട് കട്ടിലേക്ക് കിടക്കുമ്പോൾ കൈകെട്ടിയിരുന്ന് കണ്ണടച്ച് ചിന്തിക്കണം ഭൂതകാലത്തെക്കുറിച്ച്. അതിലിതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർക്ക് മന്ത്രം കേൾപ്പിച്ചിട്ട് അവരുടെ ശരീരത്തിൽ വൈബ്രേഷൻ ഉണ്ടാക്കിയത്, ഐ ആം ഗെറ്റിംഗ് വൈബ്രേഷൻ ഹിയർ, ഐ ആം ഗെറ്റിംഗ് വൈബ്രേഷൻ ഹിയർ, മൈ ഹാൻഡ് ഈസ് വൈബ്രേറ്റിംഗ് വെൻ ഐ ആം ലിസണിങ് ദ മന്ത്ര എന്നൊക്കെ പറയുന്ന അവരുടെ ആ ആക്ഷനും, അതുപോലെ ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ കൂടെയൊക്കെ ജീവിക്കാൻ കുറേ സമയം ചെലവഴിക്കാൻ സാധിച്ചതൊക്കെ ഒരു പുണ്യമായിട്ട് മനസ്സിൽ നിലനിൽക്കുന്നു. നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അതൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് കൂടിയായി മാറുന്നു. പ്രണാമം.